ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും മിക്ക വൈബ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +2 പൊളിറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഏകകക്ഷി മേധാവിത്വം എന്ന ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഏകകക്ഷി മേധാവിത്വത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതര രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന ഏകപാർട്ടി ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഏകകക്ഷി മേധാവിത്വത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇന്ത്യയിൽ കോൺഗ്രസിനുണ്ടായിരുന്ന ഏകകക്ഷി മേധാവിത്വം. എല്ലാ പാർട്ടികൾക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുകയും എല്ലാ പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവാദം നൽകുകയും ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയിൽ നിന്നുകൊണ്ട് തന്നെ മേധാവിത്വം നിലനിർത്തി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ ഉദയം എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ 1952 മുതൽ 77 വരെ അല്ലേ ഏകകക്ഷി മേധാവിത്വമാണ് നിലനിന്നിരുന്നത്. കോൺഗ്രസ് മാത്രമാണ് അധികാരത്തിലേക്ക് വന്നിരുന്നത്. ഇനി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഉദയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർന്നു വന്നത് എന്ന് മുതലാണ്, എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നോക്കാം, പ്രതിപക്ഷ പാർട്ടികളുടെ ഉദയം. നമുക്ക് ആദ്യം പറയുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിയെ കുറിച്ചിട്ടാണ്. സോഷ്യലിസ്റ്റ് പാർട്ടിയെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾ പറയുന്നത്. നോക്കാം, സോഷ്യലിസ്റ്റ് ആശയമുള്ള ആളുകൾ ഒരു പ്രത്യേക വിഭാഗമായിട്ട് കോൺഗ്രസിനകത്ത് തന്നെയാണ് ഇതുണ്ടായിരുന്നത്. 1934 മുതൽ 1948 വരെ കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് ഈ പാർട്ടി പ്രവർത്തിച്ചിരുന്നത്. വേറെ ഒരു പാർട്ടി ആയിട്ടായിരുന്നില്ല, മറിച്ച് എന്താണ്, കുറച്ച് ആളുകളുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുള്ള കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മയായിട്ട് കോൺഗ്രസ്സിൽ തന്നെ ഒരു പ്രത്യേക ബ്ലോക്കായിട്ടാണ് ആര് പ്രവർത്തിച്ചിരുന്നത്? സോഷ്യലിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഇത് ഏതിനകത്ത് തന്നെ ഉണ്ടായിരുന്ന പാർട്ടിയാണ്? കോൺഗ്രസിനകത്ത് തന്നെ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഓക്കെ, ദെൻ ജനാധിപത്യ സോഷ്യലിസം എന്ന പ്രത്യയശാസ്ത്രമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ജനാധിപത്യ സോഷ്യലിസം എന്ന പ്രത്യയശാസ്ത്രമാണ് ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആളുകളെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? രാം മനോഹർ ലോഹിയ, അശോക് മേത്ത, SM ജോഷി, ഇവരൊക്കെയാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ട് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? രാം മനോഹർ ലോഹിയ, അശോക് മേത്ത, SM ജോഷി എന്നിവരൊക്കെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സോഷ്യലിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നീട് അതിനകത്ത് എന്ത് വന്നു? സോഷ്യലിസ്റ്റുകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അത് വിഭജിച്ചു, പാർട്ടി വിഭജിക്കാൻ കാരണമായി. അങ്ങനെ പലതരത്തിലായി. അതുപോലെ തന്നെ കോൺഗ്രസ് കുറേയൊക്കെ സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് 1985 സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് കൂടുതൽ അനുഭാവം പുലർത്തിയതോട് കൂടിയിട്ട് ഇതിൻ്റെ ഒരു പ്രസക്തിയും നഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു രാഷ്ട്രീയപരമായ ഒരു പ്രസക്തിയും അവർക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ സോഷ്യലിസ്റ്റ് പാർട്ടിയെ കുറിച്ചിട്ടാണ്. ഏതാണ് 1934 മുതൽ 1948 വരെ കോൺഗ്രസിനകത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടിയാണ് ഇത് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? രാം മനോഹർ ലോഹിയ, അശോക് മേത്ത, SM ജോഷി തുടങ്ങിയവരാണ് അതിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നത്. ദെൻ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവർ 12 സീറ്റുകളിൽ മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. 12 സീറ്റിൽ മാത്രമാണ് ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അവർ മുന്നോട്ട് വെച്ച ആശയം ജനാധിപത്യ സോഷ്യലിസം എന്നുള്ള ആശയമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. പിന്നീട് അവർ പാർട്ടി പിളർന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് കൂടുതൽ താല്പര്യം പുലർത്തിയപ്പോൾ പിന്നെന്തായി? അതിൻ്റെ പ്രസക്തി കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇതാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. നെക്സ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലേ, CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI. നോക്കുക, റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആളുകളാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. MN റോയെ പോലെയൊക്കെയുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ മുന്നോട്ട് വന്നത് ആരൊക്കെയാണ്? റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആളുകൾ അല്ലേ.
റഷ്യയിൽ നടന്ന വിപ്ലവം, അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലല്ലേ, സ്റ്റാലിൻ്റെയും ലെനിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ നടന്ന വിപ്ലവം അത് കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. 1942 മുതൽ 1942 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 1942 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ദെൻ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? AK ഗോപാലൻ, EMS നമ്പൂതിരിപ്പാട്, അജയ് ഘോഷ്, S.A. ഡാംഗെ ഇവരൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 16 സീറ്റ് നേടി ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ പാർട്ടിയാണ് ഇത്, CPI. 1952 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 16 സീറ്റ് നേടി ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള ഒരു പാർട്ടിയാണ് CPI എന്ന് പറയുന്നത്. അന്ന് 16 സീറ്റ് നേടിയ ഏറ്റവും വലിയ പാർട്ടിയാണ് CPI എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? AK ഗോപാലൻ, EMS, അജയ് ഘോഷ്, S.A. ഡാംഗെ അല്ലേ? ഏതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആളുകളാണ്? റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകളായിട്ട് വന്നിട്ടുള്ളത്. ദെൻ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിളർന്നു. 1964 അല്ലേ? 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിളർന്നു. എന്താ അടിസ്ഥാനത്തിലാണ് പിളർന്നിട്ടത്? റഷ്യൻ ആശയങ്ങളെ പിന്തുണക്കുന്നവരെ ഒരു ഭാഗം, ചൈനീസ് വിപ്ലവത്തിൽ നിന്നുള്ള അവരുടെ ആശയങ്ങളെ പിന്തുണക്കുന്നവരെ മറ്റൊരു വിഭാഗം. ഇങ്ങനെ റഷ്യ പിന്തുണക്കുന്ന സാമൂഹിക നയങ്ങളെ പിന്തുണക്കണമെന്ന അഭിപ്രായമുള്ള ആളുകൾ ഒരു വിഭാഗവും, അതുപോലെ തന്നെ ചൈനയുടെ സാമൂഹിക നയങ്ങൾ പിന്തുടരണമെന്ന അഭിപ്രായമുള്ള ഒരു വിഭാഗവുമായിട്ട് 1964 കമ്മ്യൂണിസ്റ്റുകൾ പിളർന്നു. അങ്ങനെയാണ് CPIM ഉണ്ടാകുന്നത്. CPIM ഉണ്ടാകുന്നത് അങ്ങനെയാണ് അല്ലേ? അപ്പോൾ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഓക്കെ, റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. 1942 മുതൽ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ച് വരുന്നുണ്ട്. ദെൻ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? AK ഗോപാലൻ, EMS, അജയ് ഘോഷ്, S.A. ഡാംഗെ ഇവരൊക്കെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നത്. ദെൻ എന്നാണിത് പിളർന്നത്? 1964 പിളർന്നത്. സോവിയറ്റ് യൂണിയനെ പിന്തുണക്കുന്നവരും ചൈനയെ പിന്തുണക്കുന്നവരും ഒക്കെയായിട്ട് രണ്ട് വിഭാഗമായിട്ട് അതിന് പിളർന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പിളർപ്പിൻ്റെ കാരണം കോൺഗ്രസിനെ പിന്തുണക്കണോ വേണ്ടയോ എന്നുള്ളതിലാണ്. കോൺഗ്രസ് നയങ്ങളോട് പിന്തുണ കാണിക്കണോ വേണ്ടയോ എന്നുള്ളതിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. കോൺഗ്രസ് നയങ്ങളോട് പിന്തുണക്കണമെന്ന അഭിപ്രായമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് നയങ്ങളോടൊപ്പം നിൽക്കണം എന്നുള്ള അഭിപ്രായമുള്ള ആളുകളും അവരോട് എതിർക്കണം എന്നുള്ള അഭിപ്രായമുള്ള ആളുകളും, അങ്ങനെയാണിത് രണ്ട് വിഭാഗമായിട്ട് പിളർന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ഭാരതീയ ജനസംഘം 1951 ഒക്ടോബറിലാണ് ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുന്നത്. 1951 ഒക്ടോബറിലാണ് ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുന്നത്. അതിൻ്റെ സ്ഥാപക നേതാവായിരുന്നു ആര്? ശ്യാം പ്രസാദ് മുഖർജിയാണ് അതിൻ്റെ സ്ഥാപക നേതാവ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രസിഡന്റും ഒന്നാമത്തെ പ്രസിഡന്റുമൊക്കെ അദ്ദേഹം തന്നെയായിരുന്നു. ദെൻ ആർ എസ് എസിൻ്റെയും ഹിന്ദു മഹാസഭയുടെയും ആശീർവാദത്തോടു കൂടി രൂപീകരിച്ച ഒരു പാർട്ടിയാണിത് ഭാരതീയ ജനസംഘ്. ആരുടെയൊക്കെയാണ്? ആർ എസ് എസിൻ്റെയും ഹിന്ദു മഹാസഭയുടെയും ആശീർവാദത്തോടു കൂടി രൂപീകരിച്ച ഒരു പാർട്ടിയാണ് ഭാരതീയ ജനസംഘ്. പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു ദീൻ ദയാൽ ഉപാധ്യായ, ബൽരാജ് മധോക്. ഇവരൊക്കെ ഇതിൻ്റെ ആദ്യകാല നേതാക്കന്മാരായിരുന്നു. ശ്യാം പ്രസാദ് മുഖർജിയുണ്ട്, ദീൻ ദയാൽ ഉപാധ്യായ, ബൽരാജ് മധോക് ഇവരൊക്കെയാണ് ഇതിൻ്റെ ആദ്യകാല നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ പാർട്ടിയാണ് ജനസംഘാണ് പിന്നീട് ഇത് പാർട്ടിയായിട്ട് മാറിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി BJP ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, അഖണ്ഡ ഭാരതം ഒക്കെ ആയിരുന്നു അവരുടെ ലക്ഷ്യം ആയിട്ട് മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഭാരതീയ ജനസംഘ് എന്നാണ് രൂപീകരിച്ചത്
1951 ഒക്ടോബറിലാണ് രൂപീകരിച്ചത്. സ്ഥാപക പ്രസിഡന്റ് ആരായിരുന്നു? ശ്യാം പ്രസാദ് മുഖർജി. RSSന്റെയും ഹിന്ദു മഹാസഭയുടെയും ഒക്കെ ആശീർവാദത്തോടു കൂടി നിലവിൽ വന്ന ഒരു പാർട്ടിയാണിത്, ഭാരതീയ ജനസംഘ്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? ദീൻദയാൽ ഉപാധ്യായ, ബൽരാജ് മധോക്, ശ്യാം പ്രസാദ് മുഖർജി, ഇവരൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നത്. ദെൻ ഭാരതീയ ജനസംഘമാണ് പിന്നീട് എന്തായിട്ട് മാറിയിട്ടുള്ളത്? BJP ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സ്വതന്ത്ര പാർട്ടി. അടുത്തത് സ്വതന്ത്ര പാർട്ടി. നോക്കുക, ലിബറൽ പാർട്ടി എന്ന് പറയാം, സ്വതന്ത്ര പാർട്ടി. 1959 കോൺഗ്രസ് പാസാക്കിയ നാഗ്പൂർ പ്രമേയത്തെ തുടർന്ന് ഉടലെടുത്ത ഒരു പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി. അത് ഈ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു നിയമം അന്നത്തെ കോൺഗ്രസ് പാർട്ടി നാഗ്പൂർ പ്രമേയം എന്നാണ് അറിയപ്പെടുക. അതിലൂടെ അത് പാസ്സാക്കിയെടുത്തത് 1959 ആ പ്രമേയം പറയുന്നത് ഓരോരുത്തർക്കും, ഓരോ ഭൂവുടമകൾക്കും അവരുടെ കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ അളവ് നിശ്ചയിക്കുന്നുണ്ട്. ഭൂപരിഷ്കരണ നിയമം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിലൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് എന്ത്? കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ അളവ് നിർണ്ണയിക്കുകയും അധികമുള്ളതിനെ മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നതിനുള്ള, അതല്ലെങ്കിൽ ഓരോരുത്തരുടെയും കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1959 നാഗ്പൂർ പ്രമേയം പാസാക്കി. ആ പ്രമേയത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഉയർന്നു വന്ന ഒരു പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി അല്ലെങ്കിൽ ലിബറൽ പാർട്ടി എന്ന് പറയുന്നത്. നോക്കുക, ഇതിൽ ഇവരുടെ ആശയം സാമ്പത്തിക കാര്യങ്ങളിൽ സർക്കാർ നിയന്ത്രണം കുറക്കുക എന്നുള്ളതാണ്. അഥവാ ഒരു ക്യാപിറ്റലിസ്റ്റ് ആശയമാണ്, മുതലാളിത്ത ആശയമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ സർക്കാരിൻ്റെ നിയന്ത്രണം എന്ത് ചെയ്യണം? കുറക്കണം എന്നുള്ളതാണ് അവരുടെ ആശയം. സാമ്പത്തിക കാര്യങ്ങളിൽ സർക്കാരിൻ്റെ നിയന്ത്രണം കുറക്കണം അല്ലേ? അപ്പോൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മുതലാളിത്ത രാജ്യങ്ങളിലുള്ളതുപോലെ പ്രൈസ് മെക്കാനിസത്തിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തണം എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. ദെൻ മറ്റൊന്ന്, അമേരിക്കയുമായിട്ട് ഉള്ള സൗഹൃദം ഇവർ പ്രോത്സാഹിപ്പിച്ചു. ചേരിചേരാ നയത്തിലും അതുപോലെ തന്നെ റഷ്യയുമായിട്ടൊക്കെ സൗഹൃദം സ്ഥാപിക്കുന്നതിനെ എതിർക്കുകയും അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ള മുതലാളിത്ത രാജ്യങ്ങളുമായിട്ട് സൗഹൃദം പുലർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത പാർട്ടിയാണിത് സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്നത്. അവരുടെ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? സി രാജഗോപാലാചാരി, KM മുൻഷി, ഇവരൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വതന്ത്ര പാർട്ടി എന്നാണ് ഇത് വന്നത്. 1959 കോൺഗ്രസ് നാഗ്പൂർ പ്രമേയം പാസ്സാക്കിയതിനോടുള്ള എതിർപ്പുമായി മുന്നോട്ട് വന്ന ഒരു പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി എന്നാണ് 1959. അവരുടെ ആശയം എന്താണ്? സാമ്പത്തിക കാര്യങ്ങളിൽ സർക്കാർ നിയന്ത്രണം കുറക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. സാമ്പത്തിക കാര്യങ്ങളിൽ സർക്കാർ നിയന്ത്രണം കുറക്കണം. മറ്റൊന്നെന്താണ്? ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുകയും അതേപോലെ തന്നെ റഷ്യയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്നതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്ക പോലെയുള്ള മുതലാളിത്ത രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യണം? സൗഹൃദം സ്ഥാപിക്കണം. പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? സി രാജഗോപാലാചാരി, KM മുൻഷി, ഇവരൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് സ്വതന്ത്ര പാർട്ടിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അത് നമ്മൾ പ്രതിപക്ഷ പാർട്ടികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സ്വതന്ത്ര പാർട്ടി, പിന്നെ എന്തൊക്കെയാണ്? ഭാരതീയ ജനസംഘ് അല്ലേ? ഭാരതീയ ജനസംഘ് RSSന്റെയും ഹിന്ദു മഹാസഭയുടെയും നേതൃത്വത്തിൽ ആശീർവാദത്തോടെ വന്നൊരു പാർട്ടിയാണ് ഭാരതീയ ജനസംഘ്. 1951 വന്നിട്ടുള്ളത്. ശ്യാം പ്രസാദ് മുഖർജി, ദീൻദയാൽ ഉപാധ്യായ, ബൽരാജ് മധോക്, ഇവരൊക്കെയാണ് അതിൻ്റെ നേതാക്കന്മാർ. പിന്നീട് BJP ആയിട്ടുള്ള മാറിയിട്ടുള്ള പാർട്ടി അതാണ്. ദെൻ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട ആളുകളാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. ആദ്യം കോൺഗ്രസിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നത്. പിന്നീട് 1942 ശേഷമാണ് അവർ പ്രത്യേക പാർട്ടിയായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? AK ഗോപാലൻ, EMS, അജയ് ഘോഷ്, S ഡെങ്കെ, ഇവരൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. ഓക്കെ അല്ലേ? ദെൻ സോഷ്യലിസ്റ്റ് പാർട്ടി 1934 മുതൽ 1948 വരെ കോൺഗ്രസിനകത്തെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയായിട്ട് വന്ന പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? രാം മനോഹർ ലോഹ്യ, അശോക് മേത്ത, SM ജോഷി. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ
കഴിഞ്ഞു.